പല സ്റ്റേറ്റുകളും AICTE ഡിക്ലെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനീസ് വരി നിൽക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ സ്പേസ് ഇല്ല. ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സുണ്ട്. ഇപ്പോൾ പൂനെയിൽ മകർപട്ട എന്ന് പറഞ്ഞ ഒരു മിനി സിറ്റി തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ലാൻഡ് പൂളിംഗ് വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരുമാതിരി സൈഫൈ സിറ്റി ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. എൻറ്റയർ സിറ്റി, ഒരു എൻറ്റയർ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു AI നേറ്റീവ് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് എക്സൈറ്റ്മെൻറ്റ്. സ്വാഗതം ദ പ്രോഫിറ്റ് ടോക്കിലേക്ക്. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വളരെ സവിശേഷനായ ഒരു വ്യക്തിത്വമാണ്. കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുശാന്ത് കുറുന്തിൽ. അദ്ദേഹം ഇൻഫോ പാർക്കിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് 3 വർഷമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ ഇരിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ വികാസം പുതിയ സാധ്യതകൾ തുറന്നിടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിൽ നിന്ന് മാറി നിർമ്മിത ബുദ്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതിൻ്റെ വികാസം ഉണ്ടാവുകയും ആ വികാസത്തിനനുസരിച്ച് വിവരസാങ്കേതിക വിദ്യ മുന്നേറ്റം നടത്തുകയും അതിനനുസരിച്ച് വ്യാവസായിക വികസനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഫോ പാർക്കാണെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ ആദ്യഘട്ടവും 2ാം ഘട്ടത്തിൽ ഇതുവരെ പൂർത്തിയായതും ഏതാണ്ട് സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്നു. പുതിയ ഒരു വികസന പന്ഥാവിലേക്ക് അത് നടക്കാൻ തുടങ്ങുകയുമാണ്. ആ ഘട്ടത്തിലാണ് നമ്മൾ സുശാന്തുമായി സംസാരിക്കുന്നത്. സ്വാഗതം സാർ. നമസ്കാരം. ഞാൻ ആദ്യം വളരെ കൺവെൻഷണൽ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. 3 വർഷം ആകാൻ പോകുന്നു. ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇൻഫോ പാർക്കിൻ്റെ കാര്യത്തിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു വിഷൻ ഉണ്ടാവും നമുക്ക്. ആ വിഷൻ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ സാധിച്ചു, അതിനുണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതൊരു കൺവെൻഷണൽ ചോദ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഇൻഫോ പാർക്കിൻ്റെ കഥകൾ എനിക്ക് അറിയാമായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ ഈ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു എൻ്റർപ്രനോറിയൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ അതുമായിട്ടുള്ള ഒരു പൊരുത്തപ്പെടലിനും കുറച്ച് സമയമെടുത്തു. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സാച്ചുറേഷനാണ്. അത് ഇൻഫോ പാർക്ക് പ്രത്യേകിച്ച് IT പാർക്കുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ITക്കുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് തരത്തിൽ നമ്മൾ ഫുള്ളായിട്ട് സാച്ചുറേറ്റഡ് ആയിരുന്നു, സ്പേസും ലാൻഡും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സമയമെടുത്തു. പക്ഷെ എങ്ങനെ നമുക്ക് ഇൻഫോ പാർക്കിനെ ഒന്ന് ഗ്രോ ചെയ്യാം, പുതിയ കമ്പനികൾ കൊച്ചിയിലേക്ക് വരാനും പുതിയ കമ്പനികൾ ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ഐഡിയകൾ കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ലാൻഡ് പൂളിംഗ് എന്നുള്ളൊരു ഐഡിയ ബാക്കിയുള്ള സ്ഥലത്ത് അതെങ്ങനെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ അങ്ങനെ വന്ന വേറൊരു ഐഡിയ ആണ് നമുക്ക് എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ലാൻഡുകൾ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെയാണ് ട്രാക്കോ കേബിളിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള നമുക്ക് തിങ്കിങ്ങുകൾ സാധാരണ വരണമെന്നുണ്ടെങ്കിൽ സോ വി ഹാവ് ടു ബി പുഷ്ഡ് അഗെയിൻസ്റ്റ് ദ വാൾ. അപ്പോൾ എക്സാക്ട്ലി അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് എൻ്റർ ചെയ്യുന്നത്. ഇതുമായിട്ട് പൊരുത്തപ്പെടാനും അതിനെക്കുറിച്ച് പുതിയ ഐഡിയകൾ ഉണ്ടാക്കാനൊക്കെ കുറച്ച് സമയമെടുത്തു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോൾ ഒരുപാട് പുതിയ ഐഡിയകൾ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, ബാക്കി ചിലതൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ ഡിസ്കഷനിലും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിത് പറയുമ്പോഴേ നമുക്ക് ഈ ലാൻഡ് പൂളിംഗ് ആ ഐഡിയസിലൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു പ്രൈവറ്റ് എൻ്റർപ്രണർഷിപ്പിൽ നിന്ന് ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ട്രാൻസിഷൻ ഉണ്ടാക്കുന്ന ഒരു ഡയലമയുണ്ട്. ചിലപ്പോൾ അത് ഡയലമയാവാം, ചിലപ്പോൾ അതൊരു സാധ്യതയാവാം. എങ്ങനെ അതിൽ കൂടെ കടന്നു പോയത്? ഞാൻ ഒരു പേഴ്സണൽ ഇതാ ചോദിക്കുന്നത്. അത് പേഴ്സണലി അതൊരു വ്യവസായി എന്നുള്ള നിലയ്ക്കുള്ള ഹഡിൽസ് ഉണ്ടാവും, ഒപ്പം മനസ്സുകൊണ്ടുണ്ടാകുന്നൊരു ഹഡിലും ഉണ്ടാവും. ഇതിനെങ്ങനെ തരണം ചെയ്തതെന്നൊന്ന് പറയാമോ? ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഇരിക്കുമ്പോഴും പ്രത്യേകിച്ച് എൻ്റർപ്രണർഷിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ചെയ്തിരിക്കും. ഗവൺമെൻറ്റിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വണ്ടി 5th ഗിയറിലിട്ടിട്ട് ഓടിക്കുമ്പോഴും ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് അത് വളരെ നമ്മളെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ജനറലി വരും. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു ഫീലിംഗ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം, പലപ്പോഴും അതൊരു ഫ്രസ്ട്രേഷനായിട്ട് വരാം. പക്ഷേ നമ്മളൊരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക, ഒരു ഇക്കോസിസ്റ്റത്തിന് ഒരു ചെറിയ ചേഞ്ചെങ്കിലും വരുത്താൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ്
ഇപ്പം 3 വർഷം എൻ്റെ ടേം കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷനിലേക്ക് ആലോചിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. ആയിട്ട് അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് സാച്ചുറേറ്റഡ് ആയിരുന്നു. അത് കമ്പനീസ് വരി നിൽക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ സ്പേസ് ഇല്ല, നമുക്ക് കൂടുതൽ ബിൽഡിങ്സ് പണിയാനുള്ള ലാൻഡ് ഇല്ല, ഇങ്ങനത്തെ ഒരു ക്രൈസിസ് പീരീഡ് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ഗ്രോത്ത് വൈസ് ഇൻഫോ പാർക്ക് വലിയ അച്ചീവ്മെൻറ്റ്സ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൈവരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2024-25 ഒരു കണക്ക് ഏതാണ്ട് 12,000 ചില്ലറ കോടി രൂപയുടെ IT എക്സ്പോർട്ട് ഇൻഫോ പാർക്കിൽ നിന്നുണ്ടായി എന്നാണ് ഒരു അൺഒഫീഷ്യൽ കണക്ക്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഏതാണ്ട് 11,500 കോടി രൂപയുടെ എക്സ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് ട്രാജക്ടറി അവിടെ നിൽക്കുകയാണ്. ഈ ഗ്രോത്ത് ട്രാജക്ടറി അവിടെ നിൽക്കെ തന്നെ ഇതിൻ്റെ ഒരു ഫർദർ എക്സ്പാൻഷൻ എന്നുള്ളത് കൺവിൻസ് ചെയ്തെടുക്കുക, ഞാൻ ചോദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിനെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചായിരുന്നു. അവർക്കൊക്കെ അറിയാം ഇതൊക്കെ ഗ്രോ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ ഗവൺമെൻറ് നമ്മൾ വർക്ക് ചെയ്യുമ്പം ഏറ്റവും ഒരു ഇതായിട്ട് തോന്നുന്നത് നമ്മുടെ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യം അവിടുത്തെ പ്രോസസ്സാണ്. എന്തൊക്കെ എഗ്രിമെൻറ്റ് അറ്റ് എനി ലെവൽ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി ഈ ഫയൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു അപ്രൂവൽ വരുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ ഒരു നല്ല സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് കൊച്ചി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു Tier 2 സിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളതിനെ എംബ്രേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. അവിടെ നമ്മൾ ഇതുപോലെ കുറേ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്ടം പോലെ സിറ്റികളുണ്ട്. ഇതിപ്പം കമ്പനികൾക്ക് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും വളരെ ഇതായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ആ ഒരു നിമ്പിൾനെസ് അല്ലെങ്കിൽ ആ ക്വിക്നെസ് നമുക്ക് കുറയുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുവാണ്. അത് ആണ് നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കൊച്ചിയുടെ സാധ്യത എത്രത്തോളമാണ് ഈ ഏരിയയിൽ? എന്തുകൊണ്ടാണ് കൊച്ചിക്ക്, ഞാനിപ്പോൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ സിറ്റീസ് എവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്താലും കൊച്ചി അതിനകത്തൊരു പോയിൻ്റായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊച്ചിക്ക് ഈ പൊട്ടൻഷ്യൽ, എപ്പാർട്ട് ഫ്രം എന്താ പറയുക ഇൻഫോ പാർക്ക്, ഇതിൻ്റെ എന്താ പറയുക എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇതിൻ്റെ ഇതല്ലാതെ കൊച്ചിക്കുള്ള സാധ്യത എന്തൊക്കെ? അത് കൊച്ചി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ Tier 1 സിറ്റീസ് ആൻഡ് Tier 2 സിറ്റീസ്. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കലി Tier 1 സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ, മുംബൈ ആൻഡ് ഡൽഹി NCR. ഇതാണ് മേ ബി ടു ആൻ എക്സ്റ്റെൻറ്റ് കൽക്കട്ട ആൾസോ, പ്രത്യേകിച്ച് ഈ IT ഇൻഡസ്ട്രിയിലുള്ള Tier 1 സിറ്റീസ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ Tier 2 സിറ്റി നോക്കുമ്പോൾ ഏറ്റവും വലിയ Tier 2 സിറ്റീസ് ഒന്ന് അഹമ്മദാബാദും ഒന്ന് കൊച്ചിയാണ്. അതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റി. ഇപ്പോൾ എയർ കണക്ടിവിറ്റി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എയർ കണക്ടിവിറ്റി ഉള്ള Tier 2 സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു കുറച്ചുകൂടി ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു നേച്ചർ ഈ സിറ്റിക്കുണ്ട്. പിന്നെ വളരെ മുമ്പ് തന്നെ ഒരു ട്രേഡിംഗ് പോർട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഒരു അഹമ്മദാബാദിനെയല്ലോ സൂറത്തിനെയൊക്കെ എടുത്താലുള്ള ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ കൊച്ചി ഒരു കമേഴ്ഷ്യൽ ഹബ്ബാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന വേറൊരു കാര്യം ടാലൻ്റ് അവൈലബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ടാലൻ്റ് അവൈലബിലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് തന്നെ ഏത് കമ്പനി എടുത്ത് നോക്കിയാലും അതിലൊരു വലിയ പെർസെൻറ്റേജ് മലയാളീസ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് കുറേയും കൂടെ മുന്നോട്ട് പോകാനുണ്ട് ടാലൻറ്റിൻ്റെ കാര്യത്തിൽ. നമ്മൾ മലയാളികളെ മാത്രമല്ല ബാക്കിയുള്ളവരെയും ഇവിടത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിക്കൊരു വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് ഈ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ അവൈലബിൾ ടാലൻറ്റ് തന്നെ ധാരാളമുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും മറ്റ് ഏത് ഫാക്കൽറ്റി നമ്മൾ എടുത്താലും അവിടെയൊക്കെ നമുക്ക് ടാലൻറ്റിൻ്റെ അവൈലബിലിറ്റി ധാരാളമുണ്ട്. അതിനെ പൂൾ ചെയ്യാൻ പാകത്തിലേക്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ ചിന്തിക്കാൻ വൈകിപ്പോയി എന്ന് തോന്നിയിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇതൊരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ IT അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പം ജസ്റ്റ് ടെക്നോളജി ഇൻഡസ്ട്രി, IT എന്ന് മാത്രം പറയാം. ടെക്നോളജി ഇൻഡസ്ട്രി നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് വേണം. നമുക്ക് അതിനുള്ള ഈ ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ വേണം, പിന്നെ അതിനനുസരിച്ചുള്ള റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, പ്ലസ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ ടാലൻറ്റ് വരുള്ളൂ. നമ്മളിവിടെ ഒരുപാട് ടാലൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ടാലൻറ്റിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ടാലൻറ്റിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസ് നമ്മൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇൻഫോ പാർക്കിൻ്റെ 3rd ഫേസിലേക്കോ അല്ലെങ്കിൽ 4th ഫേസിലേക്കോ ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ ലാൻഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ താങ്കൾ ഈ ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ എടുക്കുകയും അത് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതിലേതാണ്ട് വിജയത്തിലെത്തുകയും എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്, എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അതിലേക്ക് എത്തിയത് ഞാൻ ഇത്തിരി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. നമ്മളൊരു മതിലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ മതിലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ലാൻഡ് എടുക്കുക എന്നുള്ള ആ ഒരു ചോദ്യത്തിലാണ്. അപ്പോഴാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ വളരെ ഇതായിട്ട് ലാൻഡ് പൂളിങ് സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂനെയിൽ മകർപട്ട എന്ന് പറഞ്ഞ ഒരു മിനി സിറ്റി തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ അമരാവതി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചപ്പോഴാണ് ഇതൊരു കൺസെപ്റ്റായിട്ട് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ GCDA നമ്മളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ലാൻഡ് പൂളിങ്ങിലേക്ക് വരുന്നത്. പിന്നെ ലാൻഡ് എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. പക്ഷേ നമുക്ക് തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിയാൽ വളരെ ഒരു അനുകരിക്കാൻ പറ്റിയൊരു നല്ല മോഡലായിട്ട് സിയാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സിയാൽ നല്ല മോഡലായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സിയാലിൻ്റെ തുടക്കകാലത്ത് ഈ ലാൻഡ് ഏറ്റെടുക്കുന്നതിന് ഒരു വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. ആ ഒരു ചരിത്രം കൂടെ അവിടെ ഉണ്ട്. അല്ല, ഉണ്ടാവാം. ഇപ്പോൾ പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അന്ന് ലാൻഡ് കൊടുത്തവർക്കൊക്കെ ഒരു നല്ല ബെനിഫിറ്റ് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇവിടെയുള്ള ലാൻഡ് ഓണേഴ്സിനെ കൂടെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ലാൻഡ് പൂളിംഗ്. സിയാലിൻ്റെ കേസിൽ ലാൻഡ് അക്വിസിഷൻ തന്നെ. പിന്നെ ലാൻഡ് ഓണേഴ്സിനൊക്കെ ജോലി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ പുറമേയുള്ള ഇൻവെസ്റ്റേഴ്സിന് അവർ ഷെയർസൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂള് ചെയ്യുന്ന ലാൻഡിൻ്റെ ഓണേഴ്സിന് നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ തിരിച്ചു കൊടുക്കുകയാണല്ലോ, വിത്ത് എ ലോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓർ റാദർ വിത്ത് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ അപ്രീസിയേഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഭൂമി ആസ് പെർ ദ മാസ്റ്റർ പ്ലാൻ വേണമെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു അത്രയൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിനിപ്പം നമ്മുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആണ് നമ്മൾ കാര്യത്തോട് അടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവുക. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ അതുപോലുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. ഈ പാർട്ടിസിപ്പേറ്ററി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാൻഡിലുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു? അത്തരമൊരു എക്സസൈസ് ഉണ്ടായിരുന്നു? അല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഫ്രെയിംവർക്ക്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നമുക്ക് ഇൻഫോർമലായിട്ട് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. പിന്നെ ലാൻഡ് പൂളിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തു, അവിടുത്തെ ഡീറ്റെയിൽസും സർവേ നമ്പേഴ്സും ഒക്കെ എടുത്ത്, ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അവിടെ നമ്മൾ നോട്ടിഫൈ ആണ്. അവിടെ നോട്ടിഫൈ ചെയ്തിട്ട് അവിടെ 75% എങ്കിലും ഓണേഴ്സ് കൺസെൻറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ലാൻഡ് പൂളിംഗ് നടക്കുള്ളൂ. ഇനി 75% വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകും. നമുക്ക് എവിടെയാണോ 75% ലാൻഡ് ഓണേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിലാണ് വരുന്നത് എന്ന് നമ്മൾ ഇന്നും പറയുന്നില്ല. പ്രോബബ്ലി ഇത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ലാൻഡ് പൂളിംഗ് വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് പ്രോജക്റ്റുകളിലേക്കും ഈ മാതൃക അവലംബിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഈ മാതൃക അവലംബിക്കാം. പക്ഷേ എനിക്ക് ലാൻഡ് പൂളിംഗ് എന്നുള്ളത് ഒരു പ്രോസസ്സ് മാത്രമാണ്, ലാൻഡ് കിട്ടാനുള്ള പ്രോസസ്സ്. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയല്ല. നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു AI നേറ്റീവ് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് എക്സൈറ്റ്മെൻറ്റ്. കാരണം അത് ഒരു ന്യൂ മോഡൽ ഫോർ ദ ഹോൾ കൺട്രിയാണ്. സിറ്റി ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, ചിലപ്പോൾ സിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ആർക്കിടെക്ചർ നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും എല്ലാ യൂട്ടിലിറ്റീസും എല്ലാ കാര്യങ്ങളും ടെക്നോളജി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പവർ ഗ്രിഡും നമ്മുടെ വാട്ടർ ലൈൻസും നമ്മുടെ വേസ്റ്റ് വാട്ടർ ലൈൻസും സുവേജും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എപ്പോഴും പ്രെഡിക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ ഇപ്പോൾ ബാക്കി നമ്മളെ കമ്പീറ്റിംഗ് ആയിട്ടുള്ള സിറ്റീസിൽ നിന്ന് വളരെ ഡിഫറെൻ്റായിട്ട് ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അതാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്. അവിടെ ഈ
അപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഈ ഇൻഫോ പാർക്കിൻ്റെ കാണുന്ന പോലുള്ളൊരു കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചല്ല ഈ ഇൻഫോ പാർക്കിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ ആലോചിക്കുന്നത്. അതായത് ഒരു എൻറ്റയർ സിറ്റി, ഒരു എൻറ്റയർ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഐ ടി ആണോ എന്ന് ചോദിച്ചാൽ ഐ ടി അല്ലാത്ത എല്ലാ സംഗതികളെയും ഇൻ്റർകണക്ട് ചെയ്യാനോ ആലോചിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ്. കാരണം അതൊരു ഇൻ്റഗ്രേറ്റഡ് സിറ്റിയാണ്. അപ്പോൾ അതിൽ ഐ ടി ബിൽഡിങ്ങുകൾ ഉണ്ടാവും, പിന്നെ റെസിഡൻസസ് ഉണ്ടാവും, കൾച്ചറൽ സോൺസ് ഉണ്ട്, പിന്നെ കമേഴ്ഷ്യൽ സോൺ ഉണ്ട്, പിന്നെ എന്താണ് റിക്രിയേഷൻ, പിന്നെ മ്യൂസിയംസ്, കൺവെൻഷൻ സെൻറ്റർ. ഇങ്ങനെ നമുക്ക് ഒരു സിറ്റിയിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ച് ഇപ്പോൾ നിങ്ങൾ പടത്തിൽ ഈ ചില സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ കാണുന്ന പോലെ ഒരുമാതിരി സൈഫൈ സിറ്റി ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു സിറ്റി തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ഫെസിലിറ്റീസ് മുഴുവൻ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്ന അവിടെ വരുന്ന ആൾക്കാരുടെ ലൈഫ് ഈസിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇറ്റ്സ് ഹ്യൂമൻ ഫസ്റ്റ്, യുനോ ഹ്യൂമൻ ഇതിന് വേണ്ടിയിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ടെക്നോളജി അതുപോലെ ഇപ്പോൾ ഈ സിറ്റിയിൽ റോബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഒരു സിറ്റി അവിടെ താമസിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മൾ എത്രത്തോളം ഈസിയാക്കുക, അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും സീംലെസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറ്റി എന്ന് മാത്രമാണ് നമ്മൾ ഈ AI നേറ്റീവ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഒരുപാട് സിമുലേഷൻ ചെയ്യേണ്ടി വരും. നാളെ ഇത്രയധികം മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി എങ്ങനെ പെരുമാറും, അതിനനുസരിച്ചിട്ടുള്ള സിമുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ AI പോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ AI ആൾക്കാരുടെ ബ്രെയിനിനെ ഒന്നും കൺട്രോൾ ചെയ്യില്ല. സാധാരണഗതിക്ക് ഇപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ IT ഡെവലപ്പ് ചെയ്ത കാലം മുതൽ ആ ഒരു വിമർശനമുണ്ട്. കാരണം ഈ IT വേണ്ടിയിട്ട് മനുഷ്യന്മാർ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം എക്സ്റ്റെൻസീവായി പണിയെടുക്കുക, അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കുന്ന വിധത്തിൽ, അവൻ്റെ ടൈം സോൺ മുഴുവൻ മാറുന്ന വിധത്തിൽ, അവൻ്റെ ഉറക്കമും അവൻ്റെ ഉണർച്ചയും തിരിഞ്ഞു പോകുന്ന വിധത്തിലൊക്കെ മനുഷ്യന്മാർ പണിയെടുക്കുന്ന ഒരു എൻവയൺമെൻറ്റായിട്ട് IT പൊതുവിൽ പറയുന്നുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റിനെ നേരെ തിരിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് വേണ്ടി. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് കൂടി ഉണ്ട്. ഇതിൽ ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട്. അതിൽ ഹ്യൂമൻ ഫസ്റ്റ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നേച്ചർ, സെക്കൻഡ് പീപ്പിൾ ആൻഡ് തേർഡ് ഇസ് ബിസിനസ്. അപ്പോൾ അതേ ഫോക്കസിൽ തന്നെയാണ് ഇപ്പോൾ ഇതൊരു ഫുള്ളി സസ്റ്റൈനബിൾ സിറ്റി ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഹൈ ഗോൾസ് ഉണ്ട് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും, ഏത് ഏജ് ആയാലും ഏത് എബിലിറ്റി ആയാലും, ഇപ്പോൾ ഡിസേബിൾഡ് ആയാലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയാലും ഇങ്ങനെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു സിറ്റി ആയിട്ടാണ് നമ്മളതിനെ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഹ്യൂമൻ ഇസ് ഡെഫിനറ്റ്ലി റൈറ്റ് ഇൻ ദ മിഡിൽ. ബാക്കിയെല്ലാം ഇപ്പോൾ ടെക്നോളജി അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഫോർ പീപ്പിൾ, അതാണ് നമ്മുടെ മോട്ടോ. ഇവിടുന്ന് ഇത് കൺസെപ്ച്വലൈസ് ചെയ്തതിന് ശേഷം ഇത് ഓഫ് കോഴ്സ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ മാത്രം നടക്കേണ്ട ഒരു പ്രോസസ്സ് അല്ലല്ലോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെക്കുമ്പോൾ അതിന് കിട്ടിയൊരു റെസ്പോൺസ് എങ്ങനെയാണ്? സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ജേർണലിസ്റ്റുകൾ പൊതുവെ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളാണ് എന്നറിയാമല്ലോ. എന്നെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ഇനീഷ്യലി അതിനോട് ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമാവില്ല, നമുക്കിത് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന രീതിയിൽ റിയാക്ട് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്ത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ? എല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈ പ്രോസസ്സിൽ നമുക്ക് അതിൽ പെടുന്ന എല്ലാവരെയും കണ്ട് കൺവിൻസ് ചെയ്യാനുള്ള ഇത് നമുക്കില്ല. കാരണം ഇതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവും, അവിടുന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോവും, അവിടെ ആരാണ് ഈ ഫയൽ നോക്കുന്നത് തന്നെ നമുക്കറിയില്ല. പക്ഷേ ഞാൻ വളരെ റെഗുലറായിട്ട് തിരുവനന്തപുരം പോയി സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്ന് പലരിടത്തും ഇതിനെപ്പറ്റി സംസാരിച്ച് ഒരുപാട് തവണ എല്ലാ ലെവലിലും പോയി ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി സാംബ സാറും വളരെ പോസിറ്റീവായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ അതൊക്കെ കാരണം
ഇതിപ്പോൾ പിന്നെ GCDയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്രൂവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫേസ് 4 കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ട്രാക്കോ കേബിളിൻ്റെ. ഇപ്പം നേരത്തെ ഇവിടെ ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺക്ലേവ് ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച്, അതായത് പ്രത്യേകിച്ച് കൊച്ചിക്ക് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി വലുതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ തന്നെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആയിരിക്കുമോ ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നടക്കുക, അതോ അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അത് പുതിയ പ്രൊജക്റ്റിലാണോ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക? അല്ല, ഇപ്പം നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ GCC ആണെങ്കിലും IT കമ്പനീസ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പുതിയ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഗോൾസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ബിൽഡിംഗ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും അതിനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഇനി സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മുടെ തന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പഴയതായി. അപ്പോൾ ഇനി പുതിയ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ വേണം. അപ്പോൾ ആര് വരുമ്പോഴും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗ്രേഡ് എ ബിൽഡിങ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഗ്രേഡ് എ ബിൽഡിങ്സ് നമുക്ക് കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് ഇനി പുതിയ ഡെവലപ്മെൻറ്റുകളൊക്കെ വരണം. അതിൽ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ബിൽഡിങ്സ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഉള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഇനി വരാൻ പോകുന്നത്. എന്നിട്ട് അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏരിയ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് ഒരു തരത്തിലും അറിയാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്നത്. ഓരോ ദിവസം നോണം പുതിയ രീതിയിൽ അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ പല കമ്പനികളും, ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഒക്കെ AI ഉപയോഗിക്കുമ്പോൾ അവർ കുറേ ആളുകളെ പിരിച്ചുവിടുന്നു, അവർക്ക് അത്രയും സ്പേസ് ആവശ്യമില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതിപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കാൻ ഇടയുണ്ടോ? ഇപ്പോൾ ഉള്ള കമ്പനികൾ കൂടുതൽ സ്പേസ് അക്വയർ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും, അങ്ങനെ ഒരു ക്രൈസിസ് മുമ്പിലുണ്ടോ? അത് ഇറ്റ് ആൾ ഡിപ്പെൻസ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് സർവീസസ് കമ്പനീസാണ്. അപ്പോൾ സർവീസസ് കമ്പനീസിന് ഒരു പരിധി വരെ ഇത് അഫക്റ്റ് ചെയ്യാം. പക്ഷേ സർവീസസ് AI ചെയ്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ കുറച്ചൊക്കെ അങ്ങനെ വരാം. ഇപ്പോൾ പല സർവീസസും ഓട്ടോമേറ്റ് ചെയ്യപ്പെടാം. പക്ഷേ ഇതിനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും AI എന്നുള്ളത് ഇപ്പോഴും പല എൻ്റർപ്രൈസസിലും കയറിയിട്ടില്ല. എൻ്റർപ്രൈസ് അഡോപ്ഷൻ ഓഫ് AI അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രൈവസി കൺസേൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് GCCകളൊക്കെ വരുമ്പോൾ, അപ്പോൾ AI ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമേഷൻ ജോബ്സ്, ഇതില്ലെങ്കിൽ AI എനേബിൾമെൻറ്റ് ജോബ്സ്, അതൊക്കെ വളരെ കൂടാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾക്ക് തന്നെ ഇതൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വിടും. പക്ഷേ ഇതിലും ആ ഒരു സ്കിൽ ലെവലിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആൾക്കാർ വരും പോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാത്ത സ്കില്ലുകൾ കമ്പനികൾ ഒഴിവാക്കും, ആവശ്യമുള്ള സ്കില്ലുകൾ കൂട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ പല കമ്പനികളും ഒരു സൈഡിൽ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ വേറൊരു സൈഡിൽ അത്രയും ആൾക്കാരെ എടുക്കുന്നുണ്ട്. അത് ആ സ്കിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ജോലികൾ മൊത്തമായിട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ചില ടൈപ്പ് ജോലികൾ ക്ലിയറായിട്ട് പോകും. അപ്പോൾ ആൾക്കാർ അതിനനുസരിച്ചിട്ട് അവരെ റീസ്കില്ല് ചെയ്ത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു വലിയ മാറ്റം വരേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. അതായത് നമ്മൾ ഇതുവരെ കണ്ട ലോകത്തേക്കല്ല നമ്മളിനി നോക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലെ മാറ്റം ആവശ്യമായൊരു ഘട്ടത്തിലാണ് പുതിയ ജനറേഷൻ നിൽക്കുന്നത്. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു കരിയർ ഓപ്ഷൻ കണ്ടൻറ് ക്രിയേഷനാണ്. ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും കണ്ടൻറ് ക്രിയേഷനിലാണ്. ഇങ്ങനൊരു സംഭവം ഒരു 10 വർഷം മുമ്പ് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ പലരും പഠിക്കാതെ നേരെ യൂട്യൂബിൽ വ്ളോഗറായിട്ട് ചെയ്യുകയാണ്. കാരണം അതൊരു കരിയറാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനോട് അനുബന്ധിച്ച് ഇപ്പം കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ സാച്ചുറേഷൻ പോയിന്റിലാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞത്. ഇതിന് 2 ഓഫ് ക്യാമ്പസുകളുണ്ടല്ലോ, ഇപ്പോൾ ചേർത്തലയും കൊരട്ടി. ഈ 2 ക്യാമ്പസുകളും പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു ലെവലിലേക്ക് എത്തിയോ? എന്തുകൊണ്ടായിരിക്കും അതിന് ആ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടാവുക? ഇതൊരു
എൻ്റെ അഭിപ്രായം തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും. പക്ഷേ എൻ്റെ ഒരു തോട്ടിൽ നമ്മുടെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ അർബൻ സെൻട്രിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫിനോമിനയാണ്. കാരണം ഇതിൽ സാലറീസ് ആർ ഡീസൻറ്റ്. പിന്നെ എല്ലാവർക്കും ഒരു അപ്വേർഡ് ലൈഫ് സ്റ്റൈലാണ് പലരും നോക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ആ ഒരു അർബൻ ലിവിങ് ഇക്കോസിസ്റ്റം വേണം. അവർക്കത് ആവശ്യമായിട്ട് അതിനനുസരിച്ചുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇപ്പോൾ കൊരട്ടി ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരും. പ്രത്യേകിച്ച് ഈ പുതിയ ബൈപ്പാസ് ഒക്കെ വരുമ്പോൾ കൊരട്ടിയിലേക്കുള്ള ആക്സസ് കൂടും. അത് പിന്നെ നമുക്ക് അത് ഫേസ് 5 ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. സിയാലുമായിട്ടും അധികം ദൂരമില്ല, അധികം ദൂരമില്ല. അപ്പോൾ അതൊരു നാച്ചുറലായിട്ട് അത് ഗ്രോ ചെയ്യും. അടുത്തൊരു 3-4 മാസം കൊണ്ട് കൊരട്ടിയും 100% ഫില്ലാവും. അപ്പോൾ പക്ഷേ അതല്ല ചേർത്തലയിലെ വിഷയം. ചേർത്തലയിലെ വിഷയം എന്ന് പറഞ്ഞാൽ അതൊന്നാമത് ഇത്തിരി റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടത്തേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറാസ് കൊരട്ടി ഈസ് റൈറ്റ് ഓൺ ദ ഹൈവേ. അപ്പോൾ പിന്നെ അതിന് ചുറ്റും ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. പുറമേ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കണം. അതിനനുസരിച്ചുള്ള സ്കൂൾസുകൾ വേണം. ചിലപ്പം ഇൻ്റർനാഷണൽ സ്കൂളുകൾ വേണ്ടി വരും. അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേണം. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. അപ്പോൾ പിന്നെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് വേണം. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ്സും ഡൈനിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ അതിപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേരളം മൊത്തത്തിലൊരു സിറ്റിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഈ സിറ്റിക്കുള്ളിലെ അർബൻ സെൻറ്റേഴ്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ വലിയ കമ്പനികളൊക്കെ വരുമ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് കുറേയും കൂടി ഈ ഇതുപോലുള്ള തരത്തിലുള്ള ഒരു എന്താ പറയുക ഹയർ ഗ്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും അതാണ്. ഇപ്പം നാളെ നമ്മളൊരു മൈക്രോസോഫ്റ്റോ ഒരു ഗൂഗിളോ വരുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വരാൻ ഒരു കൊച്ചിയോ തിരുവനന്തപുരമോ ആണ് സാധ്യത കൂടുതൽ ആസ് കമ്പയർഡ് ടു ഇടുക്കി ഓർ വയനാട്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതൊരു സാധ്യതയാണ്. ഇനി അതിനും എക്സെപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അറിയില്ല. ഞാൻ ഇതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നതിന് ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് അവൈലബിൾ ആകേണ്ട ഒരു സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് പറ്റുന്ന വിധത്തിലുള്ള പൊതുവിൽ ഈ ഇൻഫോ പാർക്കുകളെ കുറിച്ചാണെങ്കിലും, ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കാണെങ്കിലും, ഇവിടുത്തെ ഇൻഫോ പാർക്കാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ പാർക്കുകളാണെങ്കിലും ഒക്കെ കേൾക്കാറുള്ളൊരു ഇതെന്ന് വെച്ചാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ഇല്ലാത്തൊരു സ്പേസ് ആയിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. വെച്ചാൽ ആളുകൾ വരുന്നു, തിരക്കിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ നഗരത്തിലെ തിരക്കിലൂടെ അവർ സഞ്ചരിച്ച് വേറെ അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരെ പോയി എവിടെയെങ്കിലും ഇരിക്കേണ്ട സ്ഥിതി വരുന്നു. ഇങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് സിസ്റ്റമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിലൊരു മാറ്റം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പബ്ബാണോ ഉദ്ദേശിച്ചത്? അല്ല, പബ്ബ് അടക്കം ഈച്ച് ആൻഡ് എവറിത്തിങ്. പബ്ബ് ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു ഇൻ ബിറ്റ്വീൻ. അതല്ല, അതൊരു സിറ്റിയുടെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ നമ്മളൊരു പാർക്കിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മളത് പറയുന്നത്. കാരണം ഇവർ ഈ എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് ഒരു മേജർ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പാർക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് പുറത്തൊരു ലൈഫ് അവർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വലിയ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വേറെ ഒരു ലൈഫുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ പബ്ബിൽ പോണവരാണെങ്കിൽ അവിടെ പോകും. അതല്ലാതെ ഇപ്പോൾ വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസിന് പോകുന്നതാണെങ്കിൽ അവർ പോകും. ഇല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും അവർ പോകും. അപ്പോൾ അങ്ങനെയുള്ള തരത്തിൽ ആ ഒരു സിറ്റിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനൊരു ലിമിറ്റുണ്ട്. കാരണം നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയ ഉണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം സിറ്റികൾക്കാണ് വേണ്ടത്, അല്ലാതെ വെറും പാർക്കുകൾക്ക് മാത്രമായിട്ട് അത് ഒതുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും അവർക്ക് ഫാമിലി ഉണ്ടാവും. അപ്പോൾ ആ ഫാമിലിയുമായിട്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ബേസിക്കലി ഒരു എന്താ പറയുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ഫിലോസഫി ഡ്രിവൺ ആയിട്ടുള്ള, കുറെ കൂടെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ എൻവയൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റും ഒരു തോട്ട് പ്രോസസ്സും തുടങ്ങി വെച്ചു എന്നുള്ളതാണോ
ഒരു വലിയ സാറ്റിസ്ഫാക്ഷനായിട്ട് ഈ 3 വർഷം കഴിയുമ്പോൾ തോന്നുന്നു? അങ്ങനെ പറയാം. എന്തായാലും വളരെ നന്നായിട്ട് അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു പീപ്പിൾ സെൻട്രിക് ഇൻഡസ്ട്രിയാണ്. ആൾക്കാരില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഇല്ല. അപ്പം നമ്മൾ കേറ്റർ ചെയ്യേണ്ടത് ഈ ഇവിടെയുള്ള ആൾക്കാർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമൻ ഫസ്റ്റ്. ആ ഒരു ഫിലോസഫി തന്നെയാണ് ഇൻഫോ പാർക്ക് മുന്നോട്ട് പോകേണ്ടത്. ഇൻഫോ പാർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരു ഹ്യൂമൻ ഫസ്റ്റ് ആയിട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ബേസിക്കലി നമ്മൾ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ സൈബർ പാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും കൺസീവ് ചെയ്യുക. അതങ്ങനെ തന്നെ കൺസീവ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയതും. അതിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു പാത്ത് ബ്രേക്കിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ സുശാന്തിൻ്റെ ഈ ഉദ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്നാണ് ഞാൻ കരുതുന്നത്. ദ പ്രോഫിറ്റ് ടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡുമായി.